ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC GDയുടെ 12th ഫെബ്രുവരി 2019 നടന്ന ഷിഫ്റ്റ് 2 റീസണിങ് സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ചൂസ് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ഫിഗർ മാർക്ക്ഡ് എക്സ് ഇസ് എംബഡഡ്. ഓക്കെ, എക്സ് എന്ന് ഉദ്ദേശിച്ചതായിരിക്കും. ഇത് എംബഡഡ് ആയിരിക്കുന്ന ഫിഗർ ഏതാണെന്നാണ്. എംബഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഫിഗറിലാണ് ഹിഡൻ ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഏത് ഓപ്ഷൻസിലാണോ ഉള്ളത് നോക്കാം. ഓക്കെ, അതുള്ളത് ഓപ്ഷൻ ബിയിലാണ്. നോക്കാം, ഓപ്ഷൻ ബിയിൽ നോക്കും. ഒരു ലൈൻ ഇവിടെ പോയിട്ടുണ്ട്, പിന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി അത് ജസ്റ്റ് നോക്കി കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അനാലജിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതായത് CGKയും XTPയും ആണ് റിലേറ്റഡ്. അങ്ങനെയാണെങ്കിൽ GIM എന്തായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് നമുക്കറിയാം, സിയും എക്സും ഈ രണ്ട് തന്നിരിക്കുന്ന ക്ലസ്റ്റർ, ലെഫ്റ്റിലും റൈറ്റിലും തന്നിരിക്കുന്ന ക്ലസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന C ആണ്, ഇവിടെ തന്നിരിക്കുന്ന X ആണ്. ഈ ലെറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. അത് സിയും എക്സും. അതുപോലെ തന്നെ ജിയും ടിയും എഗെയിൻ അവർ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. ആൻഡ് കെയും പിയും നോക്കുമ്പോൾ എഗെയിൻ അവർ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ബേസിക്കലി ഈ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ക്ലസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് റൈറ്റിൽ വന്നത്. അപ്പോൾ സിമിലർലി GIMൻ്റെ ഓപ്പോസിറ്റ് പെയേഴ്സ് എന്തായിരിക്കും? ജിയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്? ടി ആണ്. ഐയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്? ആർ ആണ്. എമ്മിൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? എൻ ആണ്. അപ്പോൾ TR എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് പെയർ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് പ്രീവിയസ്ലി നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റാണ്. നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ പ്ലേസ് വാല്യൂ 3 ആണ് സിയുടെ അല്ലേ. തേർഡ് ലെറ്റർ ആണ് സി. എക്സ് എന്ന് പറഞ്ഞാൽ 24th ലെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ 3യും 24ഉം ആണ് വന്നേക്കണത്. ഇതിൻ്റെ രണ്ടിൻ്റെ സം എത്രയാണ്? 27 അല്ലേ. ഓക്കെ, 27 ആണ്. സിമിലർലി ഇതിൻ്റെ പ്ലേസ് വാല്യൂ 7 ആണ്. ടിയുടെ പ്ലേസ് വാല്യൂ 20 ആണ് അല്ലേ. അപ്പോൾ അഗെയിൻ അവിടെയും പ്ലേസ് വാല്യൂസിൻ്റെ സം 27 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ലെഫ്റ്റിലുള്ള ക്ലസ്റ്ററിൻ്റെ ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂയും പിന്നെ റൈറ്റിലുള്ള ക്ലസ്റ്ററിൻ്റെ പ്ലേസ് വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടണം. അങ്ങനത്തെ പെയേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ പ്ലേസ് വാല്യൂസ് എല്ലാം എഴുതുക. 7, 9, 13 എഴുതുക. എന്നിട്ട് 7ൻ്റെ കൂടെ 20 ആഡ് ചെയ്താലല്ലേ 27 കിട്ടണം. അപ്പോൾ 20th ലെറ്റർ ഏതാണെന്ന് എഴുതുക, അത് ടി. ഇവിടെ 9ൻ്റെ കൂടെ 18ൻ്റെ കൂടെ 9 ആഡ് ചെയ്താലല്ലേ 27 കിട്ടണം. അപ്പോൾ 18th ലെറ്റർ ആയിരിക്കും സെക്കൻഡ് ലെറ്റർ. അങ്ങനെയും എഴുതാം, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഒരു പസിലാണ് അല്ലേ. റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൻ്റെ ഒരു പസിലാണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. JKLM N and O are 6 teachers. ഓക്കെ, 6 ടീച്ചേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? JKLM N and O. And each one teaches a different subject out of Hindi, English, Maths, Science, Social Science and Arts. ഓക്കെ, ഇപ്പോൾ ഈ ഓരോ ടീച്ചേഴ്സും 6 സബ്ജക്റ്റും ഉണ്ട്. 6 സബ്ജക്റ്റിൽ ഏതോ ആണ് പഠിപ്പിക്കണമെന്ന് പറയണം. ഏതൊക്കെയാണ് സബ്ജക്ട്സ്? ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്. സോഷ്യൽ സയൻസിന് 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, പിന്നെ ആർട്സ്. ഓക്കെ, ഈ 6 സബ്ജക്റ്റിൽ ഏതോ ആണ്, ഓരോ 6 സബ്ജക്റ്റുകളാണ് ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കണമെന്ന് പറയണത്. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ഈച്ച് ഓഫ് ദം ടീച്ചേഴ്സ് ഓൺ ഓൺലി 1 day ഫ്രം മൺഡേ ടു സാറ്റർഡേ. ഓക്കെ, ഇതിൽ ഓരോ ടീച്ചേഴ്സും ഒരു ദിവസം പഠിപ്പിക്കുള്ളൂ. ആഴ്ചയിൽ 6 ദിവസമാണ് പഠിപ്പിക്കുന്നത്. മൺഡേ ടു സാറ്റർഡേ ആണ് പഠിപ്പിക്കുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. മൺഡേ ടു സാറ്റർഡേ ആണ് ടീച്ച് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ എന്താ പറയണത് നോക്കാം. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറയണത് ഇവിടെ മുതൽ നോക്കാം. ജെ ടീച്ചേഴ്സ് ആർട്സ് ഓൺ സൺഡേ എന്നാണ് പറയണത്. ഓക്കെ, സൺഡേ അല്ലല്ലോ, സാറ്റർഡേ. ഓക്കെ, ജെ ടീച്ചേഴ്സ് ആർട്സ് ഓൺ സാറ്റർഡേ. അപ്പോൾ സാറ്റർഡേ ജെ ആർട്സ് പഠിപ്പിക്കുന്ന വഴിയുണ്ട്. അടുത്ത സെൻറ്റൻസ് വായിക്കാം. എൽ ടീച്ചേഴ്സ് നെയ്തർ ഇംഗ്ലീഷ് നോർ സോഷ്യൽ സയൻസ് ബട്ട് ഹി ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ എന്ന് പറയുന്നുണ്ട്. അതായത് ഓക്കെ, എല് തേഴ്സ്ഡേ ആണ് ടീച്ച് ചെയ്യണത്, പക്ഷേ ഇംഗ്ലീഷും സോഷ്യൽ സയൻസും പഠിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി എന്താ പറയുന്നത്, എന്തോ ഒരു ഇതിനു വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ തന്നത്. പിന്നെ വെനസ്ഡേ ഈസ് റിസർവ്ഡ് ഫോർ മാത്സ് ടോട്ട് ബൈ കെ. ഓക്കെ, വെനസ്ഡേ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്, അത് പഠിപ്പിക്കുന്നത് കെ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കെ ഇവിടെ നിന്ന് കിട്ടി, മാത്സ് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ,
ഇനിയിപ്പോൾ എന്താണ് ഓ ടീച്ചേഴ്സ് സയൻസ് എ ഡേ ബിഫോർ എൻ. ഓക്കെ, അതാണ് അടുത്ത സെൻറ്റൻസ് പറയണം. അപ്പോൾ നമ്മളിനി നോക്കാം. ഇനി ഫ്രൈഡേ ആരാണ് പഠിപ്പിക്കണതെന്ന് കണ്ടുപിടിക്കണം, ട്യൂസ്ഡേ ആരാണെന്ന് കണ്ടുപിടിക്കണം, മൺഡേ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ എന്താണ്, ഓ സയൻസ് ആണ് പഠിപ്പിക്കണതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ദിവസം മുൻപ് എന്നിനെ ഒരു ദിവസം മുൻപാണ് ഓ പഠിപ്പിക്കണതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കാം. ഓ എന്ന് പറഞ്ഞാൽ എന്നിന് ഒരു ദിവസം മുൻപാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ പൊസിഷൻ ജസ്റ്റ് എഴുതി നോക്കാം. എൻ ഈ പൊസിഷന് വരുമോ? എൻ ഈ പൊസിഷന് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഓ പഠിപ്പിക്കണമെന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത്. അപ്പോൾ എന്നിന് ഈ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. എന്നിന് ഈ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മൺഡേ ആണെങ്കിൽ ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്, അപ്പോൾ അവൾ ക്ലാസ് ഇല്ല. ഡേ ബിഫോർ ഓ പഠിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതാണ് അല്ലേ. എന്നെ ട്യൂസ്ഡേ പഠിപ്പിച്ചാലാണ് ഡേ ബിഫോർ ഓ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു ദിവസം മുന്നേ ഓ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓയിൻ്റെ പൊസിഷൻ ഇവിടെ വരും അല്ലേ. ഇനി എന്താണ് പറയുന്നത്, ഓ എന്താണ് പഠിപ്പിക്കണമെന്ന് പറയുന്നത്, സയൻസ് ആണ് പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്, സയൻസ്. ഓക്കെ, ഇനിയിപ്പോൾ ക്വസ്റ്റനിൽ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം യൂസ് ചെയ്തു. ഇനി പറയുന്നത് സോഷ്യൽ. ഓക്കെ, എഗെയിൻ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. സോഷ്യൽ സയൻസസ് ടോട്ട് എ ഡേ ബിഫോർ ആർട്സ്. ഓക്കെ, ആർട്സ് സാറ്റർഡേ ആണ്, അപ്പോൾ ഫ്രൈഡേ എന്താണ് പഠിപ്പിക്കുന്നത്, സോഷ്യൽ സയൻസ് ആണ് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തേഴ്സ്ഡേ സോഷ്യൽ സയൻസ് അല്ല എന്നുള്ള ഇൻഫർമേഷൻ ഇനി യൂസ് ഇല്ല, കാരണം സോഷ്യൽ സയൻസ് ഫ്രൈഡേ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കാം. ഇനി എന്താണ് ചോദിച്ചേക്കണമെന്ന് ചോദിക്കാം. വിച്ച് സബ്ജക്റ്റ് ഇസ് ടോട്ട് ബൈ എൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എൽ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കണതെന്നാണ് ചോദിച്ചേക്കുന്നത്. എൽ ഇംഗ്ലീഷ് അല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അറിയാൻ പാടുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇനി ആരൊക്കെയാണ് പഠിപ്പിച്ചതെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ. അപ്പോൾ നമ്മൾ നോക്കാം, ഈ ഒരു പൊസിഷനും ഫില്ല് ചെയ്യാനുണ്ട്, ഈ ഒരു പൊസിഷനും ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. ഇനി 2 സബ്ജക്ട്സ് ആണ് ബാക്കിയുള്ളൂ. ഏതൊക്കെയാണ്? സയൻസ് കഴിഞ്ഞു, സോഷ്യൽ സയൻസ് കഴിഞ്ഞു, ആർട്സ് ആരാണ് പഠിപ്പിക്കണമെന്ന് കിട്ടി, മാത്സ് കിട്ടി, ഹിന്ദി ഇംഗ്ലീഷാണ് ഇനി ബാക്കിയുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഇംഗ്ലീഷ് വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇംഗ്ലീഷ് എവിടെ വരും, ഇംഗ്ലീഷ് ഇവിടെ വരും, കാരണം ഈ ഒരു പൊസിഷൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ അടുത്ത ബാക്കിയുള്ളത് ഏത് സബ്ജക്റ്റാണ്, ഹിന്ദിയാണ്, ഹിന്ദി വരും, ഇവിടെ വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയപ്പോൾ എന്ത്, എല്ല് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഹിന്ദി ആയിരിക്കണം എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇൻഫർമേഷൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്ത് ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എല്ല് ടീച്ച് ചെയ്യുന്നത് ഏതാണ്, ഹിന്ദിയാണ്. ഏതാണ്, തേഴ്സ്ഡേ ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അതോടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ആണ്. ഇത് പറയണത് ഇൻ എ സർട്ടൻ കോഡ് ടച്ച് ഇസ് റിട്ടൺ ആസ് 68 ആൻഡ് ഹൗ വിൽ എറർ ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ് എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ ടച്ച് ആണെങ്കിൽ ഫസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞ വേർഡ് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ 68 റിലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് അതിൻ്റെ പ്ലേസ് വാല്യൂസ് എടുത്ത് എഴുതാം. ഓക്കെ, ഇത് 68 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ 68 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 35 20 + 50 എന്ന് പറയുമ്പോൾ 35 35 + 21 എന്ന് പറയുമ്പോൾ 36 56 56 + 3 എന്ന് പറയുമ്പോൾ 59 59 + 8 എന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിൻ്റെ സമ്മ് കിട്ടപ്പോൾ 59 + 8 എന്ന് പറയുമ്പോൾ 67 എന്നാണ് കിട്ടിയത്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് 68 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഒരു +1 കൂടി ചെയ്താൽ മതി. പക്ഷേ ആ സെയിം ലോജിക്ക് നമ്മൾ എററിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസിലുള്ള വാല്യൂസ് കിട്ടില്ല. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വേറൊരു ലോജിക്കാണ്. ആ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേസ് വാല്യൂസ് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂസ് അങ്ങോട്ട് എഴുതാം. എന്നിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് 68 അല്ലെങ്കിൽ 68 ആയിട്ട് സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമ്മൾ നമ്പർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനെ 1 നമ്പർ ചെയ്തിട്ട് സെഡിനെ 26 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യപ്പോഴാണ് നമുക്ക് പ്ലേസ് വാല്യൂസ് കിട്ടുന്നത്. അതേസമയം റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന നേരെ തിരിച്ച് സെഡിന്ന് എയിലോട്ട് റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ സെഡിനെ 1 എന്നും വൈനെ 2 എന്നും എക്സിനെ 3 എന്നും എനെ 26 എന്ന് പറഞ്ഞ നമ്പർ ചെയ്യുന്നതാണ് റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റിവേഴ്സ് പ്ലേസ് വാല്യൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റനിൽ, അതായത് വേർഡ് ടു നമ്പർ കോഡിങ്ങിൽ പ്ലേസ് വാല്യൂസ് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്ത് നോക്കേണ്ടത് റിവേഴ്സ് പ്ലേസ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതി നോക്കാം. ടിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. ഓയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്.
യുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്, സിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 24 ആണ്, എച്ചിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 19 ആണ്. ഇനി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 7 + 12 എന്ന് പറഞ്ഞാൽ 19 വരും, 19 + 6 എന്ന് പറയുമ്പോൾ 25 വരും, 25 + 29 എന്ന് പറയുമ്പോഴത്തേക്കും 49 വരും, 49 + 19 എന്ന് പറയുമ്പോൾ 48 68 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലോജിക്ക് എന്ത് കിട്ടി? റിവേഴ്സ് പ്ലേസ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 68 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ സെയിം ലോജിക്ക് എററിൽ അപ്ലൈ ചെയ്യുക. എററിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എറർ എന്ന് പറഞ്ഞ വേർഡ് എഴുതുക, ഇതിൽ ഓരോ ലെറ്റേഴ്സിനെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതുക. ഈയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്, ആറിൻ്റെ 9 ആണ്, ആറിന് അഗെയിൻ 9 ആണ്, 12 ആണ്, 9 ആണ്. ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കുക. 22 + 9 എന്ന് പറയുമ്പോൾ 31 + 9 എന്ന് പറയുമ്പോൾ 40, 52, 61. ഇതിൻ്റെ സമയം 61 കിട്ടും. അത് ഓപ്ഷൻ എയിലുണ്ട്. നമ്മുടെ ആൻസർ എ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഇനി നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഇങ്ങനെ നമ്പർ സീരീസ് വരുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കുക. ഈ നമ്പേഴ്സ് അത്ര ദൂരെയുള്ള നമ്പേഴ്സ് അല്ലല്ലോ, അപ്പോൾ അരിത്തമെറ്റിക് സീരീസ് എന്നുള്ള സെംഷനിൽ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 15 വരും, പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 30 വരും, പിന്നെ അഗെയിൻ ഡിഫറൻസ് എടുക്കുമ്പോൾ ഓക്കെ 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 15, 15 × 2, 15 × 3. അപ്പോൾ അടുത്ത ഡിഫറൻസ് പറഞ്ഞാൽ അഗെയിൻ എത്ര വരും? 15 × 4 വരും, 60 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 93 + 60 ആയിരിക്കും, അതായത് 153 ആണ്. ആ ഡിഫറൻസിന് ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അഗെയിൻ അടുത്തതൊരു പസിലാണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പസിലാണ്. ഇതിൽ പറയുന്നത് 7 ഫ്രണ്ട്സ് O P Q R S T and U are watching a movie sitting in a row. ഓക്കെ, ഒരു റോയിലിരുന്ന് എത്ര ഫ്രണ്ട്സാണ്? 7 ഫ്രണ്ട്സ് മൂവി കാണുന്നതാണ് പറയുന്നത്. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്വസ്റ്റനിൽ എവിടെ സൗത്തിലോട്ടാണോ നോർത്തിലോട്ടാണോ ഏത് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്? നോർത്തിലോട്ട് ഫേസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് തന്നെ ആയിരിക്കും അവരുടെ ലെഫ്റ്റ്, നമ്മുടെ റൈറ്റ് തന്നെ ആയിരിക്കും അവരുടെ റൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 7 ഫ്രണ്ട്സ് O P Q R S T and U are watching a movie sitting in a row. S is sitting at one extreme end എന്നാണ് പറയുന്നത്. എസ് ആണ് ഒരു എക്സ്ട്രീം എൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ് അല്ലേ. അപ്പോൾ എസ് എക്സ്ട്രീം എൻഡിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എസ്സിന് ലെഫ്റ്റ് എൻഡിലും ആകാം റൈറ്റ് എൻഡിലും ആകാം. ഓക്കെ, അത് ക്വസ്റ്റനിൽ ഏത് എൻഡിലാണെന്ന് പറഞ്ഞിട്ടില്ല. അതെവിടെയാണെന്ന് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ഇൻഫർമേഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ എസ് ഇസ് സിറ്റിംഗ് അറ്റ് വൺ എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത് പറയുന്നത് ക്യൂ ഇസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. ഓക്കെ, എസിൻ്റെ റൈറ്റിൽ സെക്കൻഡ് പൊസിഷനിലാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസ് ഈ ഒരു പൊസിഷനിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സീറ്റിന് ഈ ഒരു സീറ്റിൻ്റെ റൈറ്റ് സൈഡില്ലല്ലോ, കാരണം ഇത് റൈറ്റ് എൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് എസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എസിൻ്റെ പൊസിഷൻ ഇവിടെയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എസ് ഇവിടെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ സെക്കൻഡ് പൊസിഷനിലാണ് ക്യൂ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ് സെക്കൻഡ് പൊസിഷനിൽ ക്യൂ. അപ്പോൾ അത് ഫില്ലായി. ഓക്കെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇൻഫർമേഷൻ വായിക്കാം. പി സിറ്റിംഗ് ബിറ്റ്വീൻ O ആൻഡ് Q. ഓക്കെ, പി സിറ്റിംഗ് ബിറ്റ്വീൻ O ആൻഡ് Q എന്നാണ് പറയുന്നത്. അപ്പോൾ പിയുടെ പൊസിഷൻ ഇവിടെ ഒരിക്കലും വരില്ല, കാരണം ഇവിടെ എസ് ആണ് അല്ലേ. അപ്പോൾ ക്യൂ ഇവിടെയാണ്, ക്യൂവിനും ഓയിനും ബിറ്റ്വീൻ ആണ്. അപ്പോൾ നമുക്ക് പീനെ ഇവിടെ പ്ലേസ് ചെയ്താൽ ക്യൂവിനെ ഇവിടെ ഓയിനെ ഇവിടെ പ്ലേസ് ചെയ്യുക. പി സിറ്റിംഗ് ബിറ്റ്വീൻ O ആൻഡ് Q എന്നുള്ളത് നമുക്ക് അതിനെ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്ത് നോക്കാം. യു ഇസ് നോട്ട് സിറ്റിംഗ് അറ്റ് എനി ഓഫ് ദി എക്സ്ട്രീം എൻഡ്. ഓക്കെ, ഈ എൻഡിൽ എസ് ആണ്, ഈ എൻഡിൽ യു വരില്ല എന്നാണ് പറയണത്. ക്വസ്റ്റനിൽ പറയുന്നത് യു വരില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ആറ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ഓക്കെ, ആറ് ടിയുടെ ലെഫ്റ്റിലാണെന്നാണ് പറയണത്. ജസ്റ്റ് ലെഫ്റ്റ് ആണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ആറ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. അത് ടി ഇവിടെ ആണെങ്കിൽ ആറ് ഇവിടെ ആയിരിക്കും എന്നാണ് മീനിങ്. ഓക്കെ, ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദി എക്സ്ട്രീം റൈറ്റ് എൻഡ്. ഓക്കെ, ഇവിടെ ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 3 പൊസിഷൻസാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇവിടെ 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 ഈ 3 പൊസിഷൻസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കിനി ആറും ടിയുടെയും പൊസിഷൻ വെച്ച് നോക്കാം. അതായത് ടീനെ ഈ ഒരു പ്ലേസിലാണ് വെക്കണമെങ്കിൽ ടി ലെഫ്റ്റ് എൻഡിൽ എസ് മാത്രമേ ഉള്ളൂ അല്ലേ. ആറിനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ടിക്ക് ഈ പൊസിഷൻ വെക്കാൻ പറ്റില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ടീനെ ഈ ഒരു പൊസിഷനിലോട്ട് വെക്കുവാണ്. ടീനെ ഒരു പൊസിഷൻ വെക്കുകയാണെങ്കിൽ ആറെന്ന് പറഞ്ഞാൽ ടിയുടെ ലെഫ്റ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആറ് ഈ ഒരു പൊസിഷനിൽ വരും. പിന്നെ ബാക്കിയുള്ള പൊസിഷൻ ഇതാണ്, അവിടെ യു വെക്കേണ്ടി വരും. പക്ഷേ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് യു
ഈ ഒരു പൊസിഷനിൽ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടിക്ക് ഈ ഒരു പൊസിഷനും പറ്റില്ല. അപ്പോൾ പിന്നെ ടിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഏതാണ്? ടിക്ക് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ 6 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ പൊസിഷൻ ഇവിടെ വരും. പിന്നെ ബാക്കിയുള്ള യു അല്ലേ, യുടെ പൊസിഷൻ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളെല്ലാം ഫില്ല് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കണം? ഹൂ ഈസ് സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് എന്നാണ് ചോദിച്ചേക്കണം. അത് ടി, എക്സ്ട്രീം റൈറ്റ് എൻഡിൽ ടി ആയിരിക്കും. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് അനാലജി ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ലാമ്പ് എന്ന് പറയുന്നത് ഫ്രിസ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ മൗസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ലാമ്പ് മൂവ് ചെയ്യണ ആ രീതിക്കാണ് ഫ്രിസ്ക് എന്ന് പറയുന്നത്. സിമിലർലി മൗസിന് എന്താണ്, മൗസിൻ്റെ കറസ്പോണ്ടിങ് ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സ്കാംപർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് അറിയാമെങ്കിൽ ലീപ്പ് എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക എന്നാണ്. അതിപ്പോൾ മൗസ് ഒരിക്കലും അതാവില്ലല്ലോ. സ്ട്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അറഗൻലി വാക്ക് ചെയ്യണതിനെയാണ് സ്ട്രട്ടിങ് എന്ന് പറയുന്നത്. വേഗം നടന്നൊക്കെ പോവില്ലേ ആൾക്കാർ, അപ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് സ്ട്രട്ടിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അഗെയിൻ അതുമാത്രമല്ല ആനിമൽസിനെ യൂസ് ചെയ്യും. പീക്കോക്ക് സ്ട്രട്ട് ചെയ്യുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്കാംപറാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, വേണി റൈറ്റ് വേ നമ്മുടെ ആൻസർ അറിയില്ലെങ്കിൽ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. ഇവിടെ തന്നേക്കണം ഇയും ജിയും ആണ് തന്നേക്കണം അല്ലേ. ഇയുടെ പ്ലേസ് വാല്യൂ 5, ജിയുടെ പ്ലേസ് വാല്യൂ 7. ഇവിടെയോ എയുടെ പ്ലേസ് വാല്യൂ 1, കെയുടെ പ്ലേസ് വാല്യൂ 11, ഇവിടെ 3, ഇവിടെ 9, എഫിൻ്റെ 6, എച്ചിൻ്റെ 8. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഈ പ്ലേസ് അല്ലേ, പ്ലേസ് വാല്യൂസ് 5ഉം 7 ആണ് വന്നേക്കണം. പ്ലേസ് വാല്യൂസിൻ്റെ സം എത്രയാണ്? 12 ആണ് കിട്ടിയേക്കണം. ഇവിടെ നോക്ക് എയും കെയും ആണ്. അപ്പോൾ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 12 എഗെയിൻ കിട്ടി. ഇവിടെയും പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 12 എഗെയിൻ കിട്ടി. പക്ഷേ ഈ ഒരു പോയിന്റിൽ മാത്രം പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് എത്രയാണ്? 14 ആണ് കിട്ടിയത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഓഡ് വൺ ഔട്ട്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യുക? ഇതിന് നമുക്ക് വെൻ ഡയഗ്രം വെച്ച് ചെയ്യാം. അപ്പോൾ വെൻ ഡയഗ്രം വെച്ച് അങ്ങനെ ചെയ്യും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം മോങ്സ് ആർ കൺവെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വരക്കാം. സം മോങ്സ് ആർ കൺവെക്സ് എന്ന് ഞാൻ ഇവിടെ വരക്കുവാണ്. മോങ്സിനെ ഈ ഒരു സെറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ എം എന്ന് ഇടാം. ഓക്കെ, അടുത്ത വായിക്കുന്നത് ആർ കൺവെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ നമ്മൾ പാർഷ്യൽ ഓവർലാപ്പ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. പാർഷ്യൽ ഓവർലാപ്പ് വെച്ച് കൺവെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ സം കൺവെക്സ് ആർ സോൾജിയേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എഗെയിൻ കൺവെക്സിനെയും സോൾജിയേഴ്സിനെയും സെറ്റ് ജസ്റ്റ് ഒരു പാർഷ്യൽ ഓവർലാപ്പ് വരക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രം കിട്ടുന്നത്. ഇനി സിമിലർലി അപ്പോൾ കൺക്ലൂഷൻ നമുക്ക് വരക്കാം. കൺക്ലൂഷൻ എങ്ങനെ വരക്കും? കൺക്ലൂഷൻ പറയുന്നത് സം കൺവെക്സ് ആർ മോങ്സ്. ഓക്കെ, കൺവെക്സിൻ്റെ സെറ്റ് ഇത്, മോങ്സിൻ്റെ സെറ്റ് ഇത്. അപ്പോൾ ഇതായിരിക്കും സം കൺവെക്സ് ആർ മോങ്സ് എന്ന് പറയുമ്പോൾ. അത് കറക്റ്റാണ് അല്ലേ. സം എന്ന് പറഞ്ഞ ആ റിലേഷൻഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം സിയുടെ സെറ്റ് കുറച്ച് ഇതിലോട്ട് ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, ഈ കൺക്ലൂഷൻ കറക്റ്റാണ്. ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കാം. സം സോൾജിയേഴ്സ് ആർ കൺവെക്സ്. അപ്പോൾ എഗെയിൻ നോക്കാം, സോൾജിയേഴ്സിൻ്റെ സെറ്റ് ഈ കൺവെക്സിൻ്റെ സെറ്റായിട്ട് ഓവർലാപ്പ് ഉണ്ടോ? ഓക്കെ, ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ എഗെയിൻ ഈ ഒരു ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ബേസിക്കലി ഈ രണ്ട് കൺക്ലൂഷനും ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ. ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ട്, അതിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അത് അബൌട്ട് ദിസ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഫോൾഡ് ചെയ്യണത് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു 2 ലൈൻ എന്തായാലും ഉണ്ടാവും. അതില്ലാത്ത ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫിഗർ എന്തായാലും ഉണ്ടാവും, കാരണം മുകളിലും താഴെയും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷൻ നോക്കി ഇവിടെയും ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു ഫോൾഡ് ചെയ്യപ്പോഴുള്ള ഒരു എം ഷേപ്പ് സാധനം ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് ചെയ്താൽ മതി, അത്ര ഡിഫിക്കൽട്ട് അല്ല അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് 2 സൈൻസ് ടു ബി ഇൻ്റർചേഞ്ച് ടു മേക്ക് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ്. ഇതിൽ ഏതൊക്കെ ഇക്വേഷൻ സൈൻസ് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവണേന്ന് നോക്കുക.
നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിലോട്ട് പോവാം. മൈനസും ഡിവൈഡും ആണ് പറയണം. അപ്പോൾ മൈനസും ഡിവൈഡും ഇൻ്റർചേഞ്ച് ചെയ്ത് തന്നെ ഇക്വേഷൻ കറക്റ്റ് ആവാൻ നോക്കാം. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് അറിയാലോ, ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് 14 + 16 ഇൻറ്റു 14, പിന്നെ മൈനസും ഡിവൈഡ് ഇൻ്റർചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഫസ്റ്റ് ചെയ്യുക, ബോർഡ് മാസ് ചെയ്യുമ്പോൾ 2 വരും അല്ലേ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുക. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32 എന്ന് വരും. സോറി, ഇവിടെ മൈനസ് ആയിരുന്നല്ലോ. വെരി സെക്കൻഡ്, ഞാൻ ആദ്യം ഇക്വേഷൻ എഴുതിയപ്പോൾ ചെറിയ എന്താ എറർ ഉണ്ടായിരുന്നു. 14 + 16 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 എന്നാണ് വരുന്നത്. അവിടെ നേരത്തെ ഇൻറ്റു ആണ് ഇട്ടേന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിത് എഗെയിൻ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 16 ഇൻറ്റു 2 ഉണ്ട്, അപ്പോൾ 32 ചെയ്യുക. 32 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കി നമ്മൾ അഡീഷൻ ചെയ്യുക, എന്നിട്ട് പിന്നെ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 36 46 വരും. 46 മൈനസ് 3 എന്ന് പറഞ്ഞത് 43 വരും. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, ഓപ്ഷൻ എയിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈസി ആയിരുന്നു, ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആൻസർ കിട്ടി. ഇനി അടുത്തത് മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ 7, ഈ തേർഡ് റോയിലെ നമ്പേഴ്സാണ് ബിഗർ നമ്പേഴ്സ്. അപ്പോൾ സംഭവം ഈ രണ്ട് റോയിലെ നമ്പേഴ്സ് നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്താൽ മതി ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നേക്കണ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 17 ആണ് തന്നേക്കണത്, ഇവിടെ 7 ആണ് തന്നേക്കണത്, പിന്നെ ഇവിടെ 66 ആണ് തന്നേക്കണത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സിൻ്റെ ലോജിക്കാണ് ഇവിടെ വന്നേക്കണത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റോയിൽ ഇപ്പോൾ 17 7 66 കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ് അല്ലേ. 49 + 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 ആണ്. ഓക്കെ, അതായത് സെക്കൻഡ് റോയിൽ ആ എലമെൻറ്റിനെ സ്ക്വയർ ചെയ്യുക, ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ വന്നേക്കുന്ന ലോജിക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ എടുക്കുക, 15 ആഡ് ചെയ്യുക. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 + 15 എന്ന് പറയുമ്പോൾ 41 51 കിട്ടി. സിമിലർലി നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും? 5ൻ്റെ സ്ക്വയർ എടുക്കുക +13 ചെയ്യുക. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വരാം, +30 എന്ന് പറയുമ്പോൾ 38 എന്ന് വരും. ഓപ്ഷൻ സി. അപ്പോൾ ഈ മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഈ സ്ക്വയേഴ്സ് എടുക്കുക, ക്യൂബ് എടുക്കുക, പിന്നെ റോ ആൻഡ് കോളം അറൗണ്ട് ആഡ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ ആ ലോജിക്ക് കോമൺ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഫസ്റ്റ് ടെസ്റ്റ് ഔട്ട് ചെയ്യണം. അത് വർക്ക് ആയില്ലെങ്കിലാണ് പിന്നെ ഫർദർ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ, ഫർദർ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അഗെയിൻ അനാലജിയുടെ ക്വസ്റ്റ്യൻ ആണ്. 15ഉം 270യും റിലേറ്റ് ചെയ്ത് എങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് 13 കറസ്പോണ്ടിങ് നോക്കാം. അപ്പോൾ 15 നമുക്ക് 270നെ 15 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും, ബാക്കി 12 ഓക്കെ 18 കിട്ടി അല്ലേ. അതായത് 270 ഡിവൈഡ് 15 × 18 ആണ് 270. 15 × 18 ആണ് നമുക്ക് 270 കിട്ടിയത്. അതായത് 15ൻ്റെ സം മൾട്ടിപ്പിൾ സം നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് 270 കിട്ടിയത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 270നെ 15 വെച്ച് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 18 കിട്ടും. അപ്പോൾ 18ൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് നോക്കാം. 15 കഴിഞ്ഞിട്ടുള്ള തേർഡ് നമ്പർ അല്ലേ, 15 + 3 അല്ലേ 18. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ട ലോജിക്ക്. അപ്പോൾ 13 ഇൻറ്റു ചെയ്യേണ്ടത് 13 + 3 ചെയ്ത് നോക്കുക. അപ്പോൾ 16 കിട്ടി അല്ലേ. 13 × 16ൻ്റെ ആൻസർ ഇവിടെ ഉണ്ടോ നോക്കാം. നോക്കുമ്പോൾ 13 × 16 എന്ന് പറയുമ്പോൾ 19 + 18 208 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻ എയിലുണ്ട്. അപ്പോൾ വേറെ അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് ഓക്കെ, ഈ ഓസ്ട്രിയ ഡെൻമാർക്ക് കൺട്രീസ് ഇതിൻ്റെ ഈ മൂന്നിൻ്റെ ഇത് എഴുതാനാണ് പറയുന്നത്, മറ്റേ വെൻഡാഗിനെ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാകും? കൺട്രീസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തതിനാ. ഈ ഓസ്ട്രിയയും ഡെൻമാർക്കും കൺട്രീസ് ആണല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ വരും സെറ്റ്സ്, ഓസ്ട്രിയ ഡെൻമാർക്കായിട്ട് വരും. അപ്പോൾ കൺട്രീസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലാണല്ലോ ഓസ്ട്രിയയും ഡെൻമാർക്കും വരും. പിന്നെ അഗെയിൻ ഈ ഒരു കേസിൽ അവർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏത് ഓപ്ഷനാണ് ആപ്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഓക്കെ, ചൂസ് എ ഓഡ് നമ്പർ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് എന്നാണ്. ഓക്കെ നോക്കാം. 78 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 13 ഇൻറ്റു 6 ആണ്. 91 എന്ന് പറയുമ്പോൾ 13 ഇൻറ്റു 7 ആണ്. 24 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2 ആണ്. 65 എന്ന് പറയുമ്പോൾ 13 ഇൻറ്റു 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ സി ആണ്. നമ്മൾ 13ൻ്റെ ടേബിൾസ് അറിയാവുന്ന ആൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ സി ഒഴിച്ച് ബാക്കി എല്ലാം 13ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ കംപ്ലീറ്റിംഗ് ദ ഫിഗർ ആണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ മറ്റേ സിമെട്രി നോക്കിയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ഈ ഫിഗർ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതായത് ഈ പാട്ടും ഈ പാട്ടും നോക്കുമ്പോൾ സിമെട്രിക് ആണല്ലോ. അപ്പോൾ സിമിലർലി ഈ ഒരു പാട്ടിന് സിമെട്രിക് ആയിട്ടുള്ള പാട്ടായിരിക്കും ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലെ ഓപ്ഷൻസ് ഭയങ്കര പൂവറാണ്. നോക്കുമ്പോൾ ഈ ഒരു പാട്ടിൽ ഇത്രയും ലൈൻസ് ഇല്ലേ, 3 ലൈൻസ് ഉണ്ടല്ലോ. അതേത് ഓപ്ഷൻസിലാണോ ഉള്ളതെന്ന് നോക്കിയാൽ മതി. അത് ഈ ഒരു ഓപ്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ, 1 2 3 എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. വേറെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫിഗർ സീരീസിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ലോജിക്കാണ് ആ തന്നിരിക്കുന്ന ഫിഗർ എല്ലാം ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാന്നുള്ള കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഓക്കെ ഈ ഒരു പാട്ട് മാത്രം ഫസ്റ്റ് നോക്കിയാൽ മതി. അതിനെന്താ സംഭവിക്കണമെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലാണ് ഇരുന്നത്, സെക്കൻഡ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇരുന്നത്. ഓക്കെ, തേർഡ് ഫിഗറിൽ താഴോട്ടുള്ള ഡയറക്ഷനിലാണ് ഇരുന്നത്, പിന്നത്തെ ഫിഗറിൽ ഈ ഒരു ഡയറക്ഷനിലാണ്. അതായത് ഈ ഒരു ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 45 ഡിഗ്രി റൊട്ടേഷനാണ് ഈ ഫിഗേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ അടുത്ത ഫിഗറിൽ ഏതായിരിക്കും? ഇതിനൊരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ റൈറ്റിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അത് നോക്കുമ്പോൾ ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും അങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഓപ്ഷൻ എനെയും സിനെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഓക്കെ, അതിന് നോക്കാനായിട്ട് എന്താണ് നോക്കുക, ഈ ഒരു എൻറ്റയർ ഫിഗർ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗറില്ലേ, ഈ ഒരു ലൈൻ അതെന്തായാലും നമ്മുടെ ഈ ഒരു ഫിഗറിൻ്റെ മുകളിലായിരിക്കും. ഓപ്ഷൻ സിയിലെ പോലെ ആയിരിക്കും, ഓപ്ഷൻ എയിലെ പോലെ അല്ലായിരിക്കും. ഓപ്ഷൻ എയിൽ ഈ ഒരു ഫിഗർ താഴെയാണ് വന്നേക്കണം. പക്ഷെ നമുക്ക് ഈ സീരീസ് പ്രോഗ്രസ് ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഫിഗർ മുകളിലോട്ടായിരിക്കും വന്നത്. കണ്ടോ, ഇവിടെ മുകളിലല്ല ഇരിക്കണം. അപ്പോൾ അടുത്ത ഫിഗറിന് ഇത് മുകളിലോട്ടായിരിക്കും പോകണം. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അഗെയിൻ അടുത്തതൊരു നമ്പർ സീരീസ് ആണ്. ഇവിടെയും അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് 1 വന്നു, ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 വന്നു. അടുത്ത ഡിഫറൻസ് എടുക്കുമ്പോൾ ഓക്കെ 27 വന്നു. അപ്പോൾ ഡിഫറൻസ് എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ആ ഡിഫറൻസുകളെല്ലാം പെർഫെക്റ്റ് ക്യൂബ്സ് ആണ് അല്ലേ. അതായത് 1 വന്നു, 8 വന്നു, 27 വന്നു. അതായത് 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് വന്നു. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? 4 ക്യൂബ് ആയിരിക്കും. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 43 + 64 ആയിരിക്കും. 43 + 64 എന്ന് പറയുമ്പോൾ 47 107 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് അഗെയിൻ ഈ ഒരു മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് സൈഡിൽ മിറർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മിറർ ഇവിടെ വെക്കാം. ഓക്കെ, മിറർ വെച്ചോ. ഇനി ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. മിറർ ഇമേജ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഈ ഫിഗർ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ടഡ് ആകും അല്ലേ. അപ്പോൾ നമ്മുടെ മിറർ ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ആയിരിക്കും, റൈറ്റ് സൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരാൻ പോണത് ഈയുടെ മിറർ ഇമേജ് ആയിരിക്കണം എന്നത്. ഈയുടെ മിറർ ഇമേജ് എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും ആൻസർ ആവില്ല, അത് കട്ടായി പോകും. ഓക്കെ, പിന്നെ അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ അടുത്തത് ഇവിടെ വരാൻ പോണത് 6ൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ ഇമേജിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ വരും, ഇത് ലെഫ്റ്റ് റൈറ്റ് എന്ന് ഇങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ 6ൻ്റെ മിറർ ഇമേജ് ആയിരിക്കും വന്നത്. 6ൻ്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും നോക്കാം. ഓപ്ഷൻ ബിയിൽ നോക്കുമ്പോൾ 6 അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആകില്ല. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ അഗെയിൻ 6 അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അല്ലേ. 6-നൊരു ഇൻവേർഷൻ നടന്നിട്ടുള്ളൂ. അതായത് 6ൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ 6-ന് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കും. അത് നമ്മളിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് 6 ആണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മിറർ ഇമേജ് വരുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഇൻവേർട്ടഡ് ആവും. അതായത്
ഈ ഭാഗം, ഈ സ്ട്രെയിറ്റ് ലൈൻ ഭാഗം റൈറ്റ് ആകും, ഈ ഭാഗം ലെഫ്റ്റ് ആകും. കണ്ടോ, ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കും. ഒരു മിറർ ഇമേജ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ മാത്രം അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റ് വേ ഓപ്ഷൻ ഡി അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവാം, വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അസ്യൂം ഇസ് റിട്ടൺ ആസ് EMUASS, അങ്ങനെയാണ് ഹൗ വിൽ നീഡിൽ ബി റിട്ടൺ. അപ്പോൾ ഇവിടെ വന്നങ്ങനെ ചേഞ്ച് എന്താ നോക്കാം. നോക്കുമ്പോൾ ആ വേർഡിലുള്ള സെയിം ലെറ്റേഴ്സ് തന്നെയാണ് മറ്റേ നമ്മുടെ കോഡിലുള്ളത്. അപ്പോൾ നമുക്കവിടെ ജസ്റ്റ് പൊസിഷൻ്റെ മാത്രം ചേഞ്ച് വരുള്ളൂ. അപ്പോൾ നമുക്കത് ജസ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് വന്നേക്കണം നോക്കാം. അസ്യൂം എന്നുള്ളത് എങ്ങനെയായി മാറി? EMU. ഓക്കെ, അതായത് ഫസ്റ്റ് വന്നേക്കണത് നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 3 ലെറ്റേഴ്സും നെക്സ്റ്റ് 3 ലെറ്റേഴ്സിനും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് കോഡിൻ്റെ ഫസ്റ്റ് വന്നേക്കണത് നമ്മൾ സെക്കൻഡ് ലെറ്റർ 3 ലെറ്റർ ക്ലസ്റ്റർ ഇല്ലേ, അതിനെ തിരിച്ചെഴുതിയേക്കണതാണ് അല്ലേ, റൈറ്റ് ലെഫ്റ്റ് എഴുതിയേക്കണതാണ്. അപ്പോൾ E ഫസ്റ്റ് എഴുതി, പിന്നെ M എഴുതി, പിന്നെ U എഴുതി, ഈ ഒരു ഓർഡറിൽ എഴുതി. ഇതായിരുന്നു ലെഫ്റ്റ്, പക്ഷേ തിരിച്ചെഴുതി അങ്ങോട്ട് അല്ലേ. അതേസമയം സെക്കൻഡ് പാർട്ടായിട്ട് വന്നത് ഈ ഒരു ഫസ്റ്റ് 3 ലെറ്റർ ക്ലസ്റ്ററിനെ സെയിം ഓർഡറിൽ എഴുതി, ആസ് എന്ന് എഴുതി അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ വന്നേക്കുന്ന കോഡ്. അപ്പോൾ സിമിലർലി നമുക്ക് നീഡിലിനും സിമിലർലി ചെയ്ത് നോക്കാം. നീഡിലിൻ്റെ കേസിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു പാർട്ടിനെ തിരിച്ചെഴുതുക, ELD എന്ന് എഴുതുക. ഇതിനതുപോലെ തന്നെ എഴുതാം. അത് ഓപ്ഷൻസിലുണ്ടോ നോക്കാം ഫസ്റ്റ്. ELDNEE. ഓക്കെ, ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എഗെയിൻ ക്വസ്റ്റ്യനിൽ സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വരക്കാം. ക്വസ്റ്റ്യനിൽ പറയണ പോലെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വെൻ ഡയഗ്രം വരക്കാം. ഓൾ ബട്ടർഫ്ലൈസ് ആർ റെപ്റ്റൈൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ സെറ്റ് ഞാനിങ്ങനെ വരച്ചു, B എന്ന് വരച്ചു. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് എല്ലാം റെപ്റ്റൈൽസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റെപ്റ്റൈൽസ് അപ്പോൾ ഇങ്ങനെ വരും അല്ലേ, ബട്ടർഫ്ലൈസ് എല്ലാം റെപ്റ്റൈൽസ് ആണ്. ഓക്കെ, പിന്നെ ഓൾ റെപ്റ്റൈൽസ് ആർ മാമൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റെപ്റ്റൈൽസിൻ്റെ സെറ്റ് എല്ലാം മാമൽസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ നമുക്കിതെങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം, മാമൽസ് എന്ന് വരക്കാം, ഇങ്ങനെ വരക്കാം അല്ലേ. ഇപ്പോൾ വെൻ ഡയഗ്രം മനസ്സിലായില്ല എങ്ങനെയാണ് വന്നേക്കണേന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ വായിച്ച് നോക്കാം. കൺക്ലൂഷൻ എന്താണ് പറയുന്നത്? ഓൾ മാമൽസ് ആർ ബട്ടർഫ്ലൈസ്. ഓക്കെ, ഈ മാമൽസിൻ്റെ സെറ്റിലുള്ള എല്ലാം ബട്ടർഫ്ലൈസിൻ്റെ സെറ്റിലുണ്ടെന്നാണ് ഈ ഫസ്റ്റ് കൺക്ലൂഷൻ പറയണത്. പക്ഷേ അത് ശരിയാണോ? അല്ല. നമ്മൾ വരച്ച ബേസിക് ഡയഗ്രത്തിൽ വരെയും ഈ പാർട്ടിലുള്ള മാമൽസ് ഒന്നും ബട്ടർഫ്ലൈസ് അല്ലല്ലോ. ബട്ടർഫ്ലൈസ് ഇത്രയും പാർട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് ബട്ടർഫ്ലൈസ്, അതിന് പുറത്തുള്ളതൊന്നും ബട്ടർഫ്ലൈസ് അല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ മാമൽസും ബട്ടർഫ്ലൈസ് ആകില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഓൾ ബട്ടർഫ്ലൈസ് ആർ മാമൽസ്. ഓക്കെ, ഓൾ ബട്ടർഫ്ലൈസ് ആർ മാമൽസ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ, ബട്ടർഫ്ലൈസിൻ്റെ സെറ്റ് ഇതാണ്. ഈ സെറ്റ് എൻറ്റയർലി മാമൽസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ നമുക്ക് പറയുന്നത് ഓൾ ബട്ടർഫ്ലൈസ് ആർ മാമൽസ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ കൺക്ലൂഷൻ 2 കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ 2 കറക്റ്റായി വരണമെങ്കിൽ ഏതാണ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ C ആണ് കറക്റ്റ്. ഒൺലി കൺക്ലൂഷൻ 2 ഫോളോവേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ. ഓക്കെ, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കണം. ഫോക്സ്, ടൈഗർ, ലയൺ. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ C ആണ്. ഈ ക്രോക്കഡൈൽ റെപ്റ്റൈലാണല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ക്രോക്കഡൈൽ ഫോക്സും ടൈഗറും ലയണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രോക്കഡൈലാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഒരു പസിലാണ്, ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പസിലാണ്. സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. വായിക്കാൻ ക്വസ്റ്റ്യൻ എന്താണ്? 8 ഫ്രണ്ട്സ് A to H വരെ ആ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് ഈച്ച് അതർ ഫോർ ലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ പറയണ ഫസ്റ്റ് വരക്കാം. 8 പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 1 2 കറക്റ്റ് ഓപ്പോസിറ്റ് തന്നെ വരക്കണം, ഈവൻ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ. ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയണ പോലെ നോക്കാം. ക്വസ്റ്റ്യനിൽ എവിടെ ടുവേർഡ്സ് സെൻറ്ററിൽ ഫേസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ടുവേർഡ്സ് ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് ടുവേർഡ്സ് സെൻറ്ററാണ്. എല്ലാവരും ഇങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, ടുവേർഡ്സ് ഈച്ച് അതറാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറയണ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് A ഈസ് ഓപ്പോസിറ്റ് ടു F എന്നാണ് പറയണത്. A Fന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പൊസിഷനിൽ വെച്ച് തന്നെ എയും F ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ അല്ലേ. ഓക്കെ, ആൻഡ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് B. ഓക്കെ, ആൻഡ് വെച്ചാണ് കണക്ട് ചെയ്യണമെങ്കിൽ അത് പറയണമെന്ന് പറഞ്ഞാൽ ഈ എനെ കുറിച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. A ഈസ് ഓപ്പോസിറ്റ് ടു F ആൻഡ് A ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് B എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കും. എങ്ങനെയാണ് എന്നിട്ട് അത് പറയണത് A എന്ന് പറഞ്ഞാൽ ബിയുടെ റൈറ്റ് സൈഡിൽ തേർഡ് പൊസിഷനിലാണെന്നാണ് പറയണത്. അപ്പോൾ ബിയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബീനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു പൊസിഷനിൽ വെച്ച് തന്നെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കപ്പോൾ ആൻറ്റി ക്ലോക്ക് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബിയുടെ ഈ ഒരു പൊസിഷനിൽ ബീനെ വെച്ച് തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കിയാൽ മതി. അവിടെയാണ് എ ഇരിക്കുന്നത് അല്ലേ, തേർഡ് പൊസിഷനിലാണ് ഇരിക്കണതെന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 എയുടെ പൊസിഷൻ ഇവിടെ ഇരിക്കും. ഓക്കെ ഓക്കെ, എ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടി അല്ലേ. അടുത്ത സെൻറ്റൻസ് ആയിരിക്കും ജി ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജി എന്ന് പറഞ്ഞാൽ എഫിനും ഡിക്കും ബിറ്റ്വീനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജിയുടെ പൊസിഷൻ എവിടെ വരും, എഫിന് തൊട്ടടുത്തായിരിക്കും അല്ലേ, ജിക്ക് ഈ ഒരു പൊസിഷൻ പോസിബിൾ ആണ്. എഫിനും ഡിക്കും ബിറ്റ്വീനാണ്, അപ്പോൾ ഡിയുടെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓക്കെ, അതായത് അങ്ങനെയാണെങ്കിലല്ലേ ജി എന്ന് പറഞ്ഞാൽ എഫിനും ഡിക്കും ബിറ്റ്വീനാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വായിക്കും എച്ച് ഇസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡി ഇവിടെയാണ്. ഡിയുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഡയറക്ഷൻ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഡിയുടെ ലെഫ്റ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരക്കാം. ഓക്കെ, ആൻഡ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എ. ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എ. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഈ രണ്ട് പൊസിഷനാണ്. പിന്നെ അത് ഈ പറയുന്നത് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എയ്ക്കും സിക്കും ബിറ്റ്വീൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എയ്ക്കും സിക്കും ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എ ഇവിടെയാണ്, സി ഇവിടെയാണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എയ്ക്കും സിക്കും ബിറ്റ്വീൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലല്ലേ ഇ എന്ന് പറഞ്ഞാൽ എയ്ക്കും സിക്കും ബിറ്റ്വീൻ ആണത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൂ ഈസ് സെറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്നാണ്. ഓക്കെ, സിയുടെ പൊസിഷൻ ഇതാണ് അല്ലേ. ഇനി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കാം, ഈ ഡയറക്ഷനിൽ നോക്കാം. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എഫ്, സെക്കൻഡ് പൊസിഷനിൽ എഫ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് വിൽ fill in the blank and complete the series. M H W K J U I L S J N Q. അപ്പോൾ നമ്മൾ ഈ ഒരു ലെറ്റർ ക്ലസ്റ്ററിൻ്റെ സീരീസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ക്ലസ്റ്ററിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് എങ്ങനെയാണ് ഷിഫ്റ്റ് ആവണേന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എം എന്ന് പറയുന്നത് 13th ലെറ്റർ ആണ് അല്ലേ, കെ എന്ന് പറയുന്നത് 11th ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 13 11 ഒരു -2 ഷിഫ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. -2 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്തേക്കണം. എമ്മിൻ്റെ ബാക്കിലുള്ള ലെറ്ററാണ് കെ. സിമിലർലി നമുക്ക് ഇവിടെ നോക്കാം, ഐ എന്ന് പറഞ്ഞാൽ 9th ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെയും -2 ഷിഫ്റ്റ് ആണ്. പിന്നെ അഗെയിൻ നോക്കാം, ജി 7th ലെറ്റർ ആണ്. 9 ന്ന് 7 പറയുമ്പോൾ അഗെയിൻ ഒരു -2 ഷിഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും, അതും അഗെയിൻ ഒരു -2 ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ, പ്രീവിയസ് ക്ലസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെറ്ററിൽ നിന്ന്. അപ്പോൾ 7 - 2 എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 എന്ന് പറയുന്നത് ഇ ആയിരിക്കും അല്ലേ. 5th ലെറ്റർ എന്ന് പറയുന്നത് ഇ അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി നോക്കാം, ഇയിൽ സ്റ്റാർട്ട് ചെയ്യണ ഓപ്ഷൻസ് ഏതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ബിറ്റ്വീൻ ദീസ് 3 ഓപ്ഷൻസ് പിന്നെ നോക്കിയാൽ മതി അല്ലേ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഇതിൽ നമുക്ക് ഏത് ഫസ്റ്റ് ലെറ്റർ വേണോ, സെക്കൻഡ് ലെറ്റർ വേണോ, തേർഡ് ലെറ്റർ വേണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് സെക്കൻഡ് ലെറ്റർ ഇനി ഏതാണെന്ന് നോക്കണതിന് പകരം തേർഡ് ലെറ്റർ ഏതാണെന്ന് നോക്കാം. കാരണം അതിൽ നിന്ന് നമുക്ക് കണ്ടോ ഇവിടെ ക്യൂ ആണോ വന്നേക്കണത്, ഒ ആണോ വന്നേക്കണത്, പി ആണോ വന്നേക്കണത്. അപ്പോൾ അത് ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് അറിയാനായിട്ട്. സെക്കൻഡ് ഓപ്ഷൻ നോക്കണമെന്നില്ല അല്ല, സെക്കൻഡ് ലെറ്റർ ഏതാണെന്ന് നോക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെറ്റർ മാത്രം ഏതാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഡബ്ല്യു ആണ്, ഇത് യു ആണ് അല്ലേ. അപ്പോൾ അവിടെയും വന്നേക്കണ ചേഞ്ച് എന്താണ്, ഇത് 23rd ലെറ്റർ, 21st ലെറ്റർ. അവിടെയും എഗെയിൻ -2 ഷിഫ്റ്റ് ആണ് വന്നേക്കണം, -2. സിമിലർലി ഇവിടെ നോക്കാം, ഇത് 19 ആണ്, അപ്പോൾ -2 അഗെയിൻ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 17th ലെറ്റർ ആണ്, അപ്പോൾ ഇവിടെയും -2. അപ്പോൾ ഈ തേർഡ് ലെറ്ററും ഷിഫ്റ്റ് ആവുന്നത് -2 എന്നാണ്. അപ്പോൾ അടുത്ത ലെറ്റർ എങ്ങനെയായിരിക്കും ഷിഫ്റ്റ് ആവുന്നത്, 17 - 2 എന്ന് പറയുമ്പോൾ 15 വരും. അപ്പോൾ 15th ലെറ്റർ ആണ്, 15th ലെറ്റർ ആയിരിക്കും ഇവിടെ വന്നത്. അതായത് ഏതാണ്, ഒ ആണ്. അപ്പോൾ ഏത് ഓപ്ഷൻസിലാണ് ഒ വന്നേക്കണമെന്ന് നോക്കിയാൽ മതി. ഒയിൽ എൻ്റെ ആൻസർ ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. നടുക്കത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 25th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഓക്കെ, റിയാലിനാണ് തന്നേക്കണം. ഇറാനിലെ കറൻസിയാണ് റിയാൽ. അപ്പോൾ ഇറാഖിലെ കറൻസി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറാഖിലെ കറൻസി ഏതാണ്, ദിനാറാണ് ഇറാഖിലെ കറൻസി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ഓക്കെ, അതോടെ ഈ ഒരു പേപ്പറിലെ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതുപോലത്തെ ഒരു മോഡൽ തന്നെ ആയിരിക്കും ഇനി വരാൻ പോണ എക്സാം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ഉണ്ട് പ്രീവിയസ് പേപ്പേഴ്സിൻ്റെ, അത് നിങ്ങൾ ഫെമിലിയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് അതോടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.